നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോഴെന്ന് നാളെ അറിയാം. നാളെ വൈകിട്ട് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ തീയതി പ്രഖ്യാപിക്കും. തെക്ക് പിടിക്കാൻ തന്ത്രവുമായി നരേന്ദ്രമോദി കേരളത്തിലെത്തി. BJP 400 സീറ്റ് കടക്കും. കേരളത്തിൽ 2 അക്കം തികയ്ക്കും. ഒപ്പം LDF-നും UDF-നും രൂക്ഷ വിമർശനം. പത്തനംതിട്ടയിലെത്തിയ മോദി NDA പ്രചാരണത്തിന് ആവേശമായി. കന്യാകുമാരിയിൽ നിന്നാണ് മോദി കേരളത്തിലെത്തിയത്. ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ സീരിയൽ നമ്പർ നൽകാത്തതിൽ സുപ്രീംകോടതി SBIയെ രൂക്ഷമായി വിമർശിച്ചതും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ ചൊവ്വാഴ്ച പരിഗണിക്കും എന്നതും ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകളായി. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി നാളെ പ്രഖ്യാപിക്കുകയാണ്. ആ വാർത്തയിലേക്കാണ് ആദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുക്കം, പ്രഖ്യാപനം നാളെ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സമ്പൂർണ്ണ വാർത്താ സമ്മേളനം. വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളായെന്നാണ് സൂചന. ആന്ധ്ര, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കും. ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീയതി സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലെത്തിയത്. R രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. RK, അങ്ങനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കേണ്ടുന്ന സാഹചര്യം എത്തുന്നു. നാളെ അറിയാം തീയതികൾ. അത് എത്ര ഘട്ടമായി എന്നുള്ളതിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ? മെയ്യോടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ജൂണിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന തരത്തിലാകണമല്ലോ. തീർച്ചയായിട്ടുമാണ് അനുജയ്. കാരണം ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്ന തീയതിക്ക് മുമ്പായി തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം എന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ വിധത്തിൽ ഈ സമയക്രമം ചിട്ടപ്പെടുത്തിയേ മതിയാകൂ. മാത്രമല്ല, ഇപ്പോൾ തന്നെ വൈകിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മാർച്ച് 10-നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതിനനുബന്ധമായിട്ടുള്ള പ്രചരണ പരിപാടികളൊക്കെ നടക്കുകയും ചെയ്തത്. കഴിഞ്ഞ തവണ ഈ സ്ഥാനാർത്ഥികളെ പോലും പാർട്ടികൾ തീരുമാനിച്ചത് ഈ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ഒക്കെ ആയിക്കഴിഞ്ഞു. ചില മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികൾക്കും പകുതിയോളം സ്ഥാനാർത്ഥികളെങ്കിലും അവർ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഇനി കൂടുതൽ സമയം അവരുടെ മുന്നിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് 2 പുതിയ കമ്മീഷണർമാർ ചുമതലയേറ്റു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സമിതിയുടെ യോഗം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ചേർന്നു. ഇന്നലെ വരെ ഏകാംഗമായിരുന്നെങ്കിൽ ഇന്ന് സമ്പൂർണ്ണ കമ്മീഷൻ യോഗമാണ് നടന്നത്. ആ യോഗത്തിലാണ് നാളെ രാവിലെ തീയതി തീരുമാനിച്ചു. അതടക്കമുള്ള കാര്യങ്ങൾ ഉള്ള വിഷയങ്ങൾ മുന്നിലേക്ക് എത്തി. അക്കാര്യങ്ങളിൽ നാളെ രാവിലെ അന്തിമ തീരുമാനം കൈക്കൊണ്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്തെ സംബന്ധിച്ച് 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന വിധത്തിലുള്ള നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട്, അഥവാ ചില ലോക്സഭാ തെരഞ്ഞെടുപ്പും അഥവാ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചല്ലാതെ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാകാനും ഈ തെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം ചില സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അത് ഈ അരുണാചൽ പ്രദേശിലേത്, ഒഡീഷയിലേത്, ആന്ധ്രാപ്രദേശിലൊക്കെയുള്ള സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലും നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രഖ്യാപനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നിർവഹിക്കുക. തീയതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. പരിഗണിക്കുന്നത് 7 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടാണ്. അത് ഈ വിന്യാസം വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന വിധത്തിൽ ചില സംസ്ഥാനങ്ങളിൽ ഒന്നിലധികം ഘട്ടങ്ങളിലായിട്ട് 7 ഘട്ടവും തെരഞ്ഞെടുപ്പുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഉത്തർപ്രദേശിനെ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാകും. ബംഗാളിനെ പോലെയുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയെ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒന്നിലധികം ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഒറ്റഘട്ടമായിട്ട് ഇത്തവണയും തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ അവസാന ഘട്ടത്തിൽ നടത്തിയ വിലയിരുത്തലിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി എന്ന ഒരു നിഗമനമാണ് കമ്മീഷന് മുന്നിൽ ഉള്ളത്. RK, ഇതിൽ ജമ്മു കശ്മീരിന്റെ കാര്യത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അഭ്യൂഹങ്ങളാകാം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നത്. ഇപ്പോൾ അതിലൊക്കെ നാളെ വ്യക്തത വരുമല്ലോ, അല്ലേ?
അനുജ, തീർച്ചയായിട്ടും ആണ്. ഈ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യത്തിന് എന്തായാലും നാളെ മറുപടി, അഥവാ ഇനി തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിലത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യം നാളെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. നിലവിൽ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ന ഒരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനായി തീരുമാനിച്ചാൽ അത് വലിയൊരു നേട്ടമായിട്ട് നിലവിലുള്ള സാഹചര്യത്തിൽ മാറുകയും ചെയ്യും. ഏതാണ്ട് വർഷങ്ങളായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ആവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ജമ്മു കാശ്മീരിൽ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനെ കൂടി അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രഖ്യാപനവും നാളെ ഉണ്ടാകും. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഉള്ള വിലയിരുത്തൽ അതത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ആദ്യം ചേർന്ന യോഗത്തിന് ശേഷം വീണ്ടും നടന്നിരുന്നു. ആ യോഗവും പൂർത്തിയായിട്ടുണ്ട്. അനുജയപ്പോൾ നാളെ 3 മണിക്ക് അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ എങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊക്കെയുള്ളത്. 7 ഘട്ടമായി നടത്താനുള്ള സാധ്യതയാണ്. കേരളത്തിൽ അത് ഒറ്റഘട്ടം കൊണ്ട് തന്നെ പൂർത്തിയാകാൻ ഉള്ള സാധ്യതയുണ്ട് എന്നതുമാണ് ആർ രാധാകൃഷ്ണൻ നൽകിയ വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തി. ആ വാർത്തയിലേക്കാണ് ഇനി. സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി. കേരളം മാറി മാറി ഭരിക്കുന്നത് അഴിമതി സർക്കാരുകളാണ്, സംസ്ഥാനത്ത് ക്രമസമാധാന നില മോശമാണെന്നും ക്രിസ്ത്യൻ പുരോഹിതർ പോലും ആക്രമണത്തിന് വിധേയരാകുന്നുവെന്നും വിമർശനം. LDFിന്റേത് കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ്. OBC ബില്ലിനെയും മുത്തലാഖിനെയും അവർ എതിർക്കുന്നു. വിശ്വാസങ്ങളെ തകർക്കാനാണ് UDF LDFും ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിലും ഇത്തവണ താമര വിരിയുമെന്ന് പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ശരണം വിളിച്ചും മലയാളത്തിൽ അഭിസംബോധന ചെയ്തുമാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. अब केरला के लोग भी कह रहे हैं अब की बार 400 पार, अब की बार ഇത്തവണ 400-ലധികം, ഇത്തവണ ഹാഷ്മി താജ് ഇബ്രാഹിം വിശദാംശങ്ങളുമായി. ഹാഷ്മി, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ മലയാളത്തിൽ പലതവണ മോദി പ്രസംഗത്തിനിടെ മലയാളം പലതവണ ആവർത്തിക്കുന്നത് കണ്ടു. തുടക്കത്തിൽ, പിന്നീട് ഇടയ്ക്ക് 400 എന്നുള്ളത് 3 തവണയോ മറ്റോ അവിടെ ഇരുന്ന പ്രവർത്തകരെ കൊണ്ട് വിളിപ്പിക്കുന്ന തരത്തിലേക്ക് പറയുന്നു. പിന്നീട് LDFിനും UDFിനും രൂക്ഷമായ വിമർശനം. ആവർത്തന വിരസത ഒഴിവാക്കണം, വികസനം വരണം കേരളത്തിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. ആ തരത്തിലേക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് വലിയ ആവേശമായി മാറിയത്? അനുജ, ഇതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന്റെ നിയമസഭയിലേക്കുള്ള പ്രചാരണാർത്ഥം വന്നപ്പോഴും അന്നും ശരണം വിളിച്ചുകൊണ്ടായിരുന്നു പത്തനംതിട്ട അഭിസംബോധന ചെയ്ത്. പത്തനംതിട്ട മലയാളം പറഞ്ഞുകൊണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ ഫോർമാറ്റിൽ പത്തനംതിട്ടയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോകണം. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾക്കുള്ള അവസാന മണിക്കൂറുകളാണ് എന്ന് കൃത്യമായി പറയാം. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ഒരു നിർണായകമായ പ്രഖ്യാപനം ഉണ്ടാകും, ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും. റബ്ബർ വിലയുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ പ്രഖ്യാപനം ഉണ്ടാകും. റബ്ബർ വില 5 രൂപ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിന് തൊട്ട് തീരുമാനമുണ്ടായിരുന്നു, പ്രഖ്യാപനം വന്നിരുന്നു. എങ്കിൽ കൂടിയും ചില പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടു. എന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. രാഷ്ട്രീയമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 4 മാസത്തിനിടെ 3 തവണ വന്നതിൽ 2 തവണയും രാഷ്ട്രീയമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ, ഏതാണ്ട് അതേ കാര്യങ്ങളൊക്കെ തന്നെ LDFിനെതിരെ UDFിനെതിരെ പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിൽ നിന്ന് ഭിന്നമായി പറഞ്ഞത് പൂക്കോട്ട് ക്യാമ്പസിലെ മരണത്തെക്കുറിച്ച് പരോക്ഷമായി പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പൂഞ്ഞാറിലെ ആ സംഭവത്തെക്കുറിച്ച് പരോക്ഷമായി പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ആവർത്തിച്ച കാര്യങ്ങൾക്കപ്പുറം കാര്യമായി എന്തെങ്കിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്ക് ചർച്ചകൾക്ക് വഴിമരുന്നിടാവുന്ന എന്തെങ്കിലും ഒരു ബോംബ് പൊട്ടിക്കൽ അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയം എടുത്തിടൽ എന്നൊരു സംഗതി ഇന്നത്തെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉണ്ടായില്ലെന്ന് ഉറപ്പായും പറയാൻ കഴിയും. അത് പറയാൻ കാരണം BJPയുടെ ഇക്കുറി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്താണ്, അവരുടെ മാനിഫെസ്റ്റോ എന്തായിരിക്കും, അവരുടെ അജണ്ട എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സൂചന നൽകുന്ന എന്തെങ്കിലുമൊക്കെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന് കരുതിയിരുന്നതാണ്. എന്തായാലും പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെ പ്രസംഗം പൂർത്തിയാക്കിയിട്ട് പോയി. ആളുകളൊക്കെ അതത് ജില്ലകളിലേക്ക് മടങ്ങുകയും ചെയ്തു. അനുജ, ഇത് പത്തനംതിട്ടയോ ഇത് കേവലം കേരളമോ അല്ല, ഇത് മിഷൻ തെക്ക്, മിഷൻ സൗത്തിന്റെ എന്ന BJPയുടെ ഗ്രാൻഡ് നറേറ്റീവ് വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. അതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഇവിടെ നേരെ കൊച്ചിക്ക് പോയി തെലങ്കാനയിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ അത്തരം റോഡ് ഷോകളിലൂടെ വരും ദിവസങ്ങളിലൊക്കെ പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഉറപ്പ് പറയുകയാണ്, ഇക്കുറി
ഇസ് ബാർ 400 പാർ എന്ന് ഉറപ്പ് പറയുകയാണ്. ഇക്കൊരു 400 സീറ്റിലധികം നേടുമെന്ന് ഉറപ്പ് പറയുകയാണ്. അങ്ങനെ 400 സീറ്റിലധികം നേടണമെങ്കിൽ നിലവിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരമാവധി സാച്ചുറേഷൻ പോയിന്റ് എത്തി നിൽക്കുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലാവട്ടെ, മധ്യപ്രദേശ്, മഹാരാഷ്ട്രയിലൊക്കെ ഏതാണ്ട് 100% BJP സീറ്റുകൾ, ലോക്സഭാ സീറ്റുകൾ നേടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ കൂടുതൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ നിലനിർത്തുകയും വേണം. ഈ പറയുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ 127 സീറ്റുകളിൽ കുറഞ്ഞത് 80 സീറ്റെങ്കിലും കരസ്ഥമാക്കിയാൽ മാത്രമേ ഈ പറയുന്ന 400-ലേക്കൊക്കെ എത്താൻ, അല്ലെങ്കിൽ 370+ എന്ന BJP സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി എന്തായാലും BJP കഠിനമായി പരിശ്രമിക്കുന്നു. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വവും നൽകുന്നു. അനുജ, അതേപോലെ ഈ പത്തനംതിട്ടയെക്കുറിച്ച് നമ്മൾ അതിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുന്ന തരത്തിൽ കൂടി ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ ശബരിമല സ്ഥിതി ചെയ്യുന്നിടത്ത് വന്ന് ശരണം വിളിക്കുന്നു. കഴിഞ്ഞ തവണയും ഹാഷ്മി പറഞ്ഞതുപോലെ നമ്മൾ കണ്ടതാണ്. ഒപ്പം റബ്ബർ കർഷകരുടെ കാര്യം പറയുന്നു. അതിൽ കേരള സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. കുറച്ച് മുൻപ് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചതിന്റെ കൂടി ആത്മവിശ്വാസത്തിലാകാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. മറ്റൊന്ന്, വൈദികരെ ആക്രമിച്ച വിഷയം ഈരാറ്റുപേട്ടയിൽ, അത് അദ്ദേഹം പറയുന്നുണ്ട്. ഈസ്റ്റർ ആശംസ നേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ എന്താണ് കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ വഴി നൽകിയിട്ടുള്ളത്, അതുപോലെ LPG കണക്ഷൻ നൽകി, അതിന്റെ കണക്കുകൾ പറയുന്നു. അങ്ങനെ പത്തനംതിട്ടയെ കൂടി ഒരു ചെറിയ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടിയുള്ള സംസാരമാണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഹാഷ്മി, ഉറപ്പായും ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കം BJP ഭാഗത്ത് ഇന്നലെ തുടങ്ങിയതല്ല. അത് കഴിഞ്ഞ ക്രിസ്മസ് തുടങ്ങിയല്ല. അതിന് മുമ്പ് തന്നെ ക്രൈസ്തവ വോട്ടുകൾ ഏത് വിധേന അടുപ്പിക്കുക എന്ന തരത്തിൽ പോയി കാണുക, കേക്കുമായി പോയി കാണുക, പ്രധാനമന്ത്രി വൈദികരുമായി സന്ദർശിക്കുക, പ്രധാനമന്ത്രി തന്നെ പള്ളിയിലേക്ക് പോവുക തുടങ്ങിയ നീക്കങ്ങൾ നമ്മൾ നേരത്തെ കാണുന്നതാണ്. അതിന്റെ തുടർച്ചയിൽ വേണം പ്രധാനമന്ത്രിയോട് അതിനെ കാണാൻ. അത് മാത്രമല്ല, പത്തനംതിട്ട എന്തുകൊണ്ട് നരേന്ദ്രമോദി പ്രചരണം കിക്സ്റ്റാർട്ട് ചെയ്യാൻ തുടക്കമിട്ടു എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം, ഇപ്പൊ അനിൽ ആന്റണി ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് ചിലർക്കെങ്കിലും മുറുമുറുപ്പ് ഉണ്ടാകണം. ആ മുറുമുറുപ്പ് മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശം എന്തായാലും ഉണ്ട്. രണ്ടാമത്തെ ഒരു ഉദ്ദേശം, അത് സഭ അനിൽ ആന്റണി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കുന്നു എന്ന ഒരു പെർസെപ്ഷൻ വരുത്തുക എന്ന ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പായും അതങ്ങനെ തന്നെയാണ്. ഓരോ മണ്ഡലത്തിൽ വരുമ്പോഴും ആ മണ്ഡലം ഡെസിഗ്നേറ്റഡ് ആയി തന്നെ ചില കാര്യങ്ങൾ പറയും. എന്തായാലും കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി വന്ന നരേന്ദ്രമോദി ശരണം വിളിക്കുമ്പോൾ ഈ മണ്ഡലത്തിലെ സാഹചര്യം, അന്ന് ഇത് പ്രതിഷേധത്തിന്റെ അഗ്നിത്തിരയിൽ നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. അന്ന് കേരളത്തിലെ തന്നെ സ്റ്റാർ പദവിയുള്ള ലോക്സഭാ മണ്ഡലമാണ്, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. അതിന് കാരണം അറിയാം, ശബരിമലയാണ് കാരണം. ശബരിമലയിലെ പ്രതിഷേധങ്ങൾ, അതിനെ തുടർന്നുണ്ടായ നിയമം നടപ്പാക്കാൻ നടത്തിയ നീക്കങ്ങൾ, അതിനെ തുടർന്ന് പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ ശബരിമല ഉള്ള മണ്ഡലം എന്നുള്ള നിലയ്ക്ക് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായി. അതിന്റെ പശ്ചാത്തലത്തിൽ, പക്ഷേ ആ പശ്ചാത്തലത്തിൽ കൂടിയും ഇവിടെ BJP 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. അതിനുശേഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരണം വിളിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. അനിൽ ആന്റണിക്ക് വോട്ട് തേടുന്നു. അന്ന് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ BJPക്ക് സുവർണാവസരം എന്നൊക്കെ അന്ന് BJP നേതാവ് വിശേഷിപ്പിച്ച ആ അവസരത്തിലും 2 ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് കെ സുരേന്ദ്രൻ നേടിയത്. അത്രത്തോളം വോട്ടുകൾ അനിൽ ആന്റണി നേടുമോ എന്നുള്ളത് ഈ മണ്ഡലത്തിലെ വലിയ ആകാംക്ഷയാണ്. അനുജ, അതെ, ഈ വേദിയിൽ പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നു. അതായത് AK ആന്റണിയുടെ പുത്രന് വോട്ട് ചോദിക്കാനായി K കരുണാകരന്റെ മകൾ കൂടി എത്തിയിരിക്കുന്നു. പക്ഷേ അത് BJP വേദിയിലാണ് എന്ന കൗതുകകരമായ കാഴ്ചയ്ക്കും ഇന്ന് പത്തനംതിട്ട സാക്ഷ്യം വഹിച്ചു. കൂടാതെ മറ്റ് 3 വി മുരളീധരൻ ഉൾപ്പെടെയുള്ള, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളും NDA സ്ഥാനാർത്ഥികളും ഈ വേദിയിൽ ഉണ്ടായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി LDFും BJPയും. K മുരളീധരനായി പരവതാനി വിരിച്ചാണ് താൻ BJPയിലേക്ക് വന്നതെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. BJPയിലേക്കുള്ള ഒഴുക്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സമസ്തയും രംഗത്തെത്തി. പത്മജയും പത്മിനിയും ഉദയകുമാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശനം UDFന് നൽകിയ തിരിച്ചടി ചെറുതല്ല. നേതാക്കളുടെ ആശങ്കയ്ക്ക് മുകളിലേക്കാണ് പത്മജയുടെ പരസ്യ വെല്ലുവിളി. K മുരളീധരനും കോൺഗ്രസ് വിടുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ AICC ആസ്ഥാനം പൂട്ടുമെന്നും പത്മജ. അത് K മുരളീധരന് അടുത്ത് നിന്നത് മനസ്സിലായിക്കോളും. അദ്ദേഹം എന്നെ വളരെ മനസ്സിലാക്കിയ എൻ്റെ സഹോദരനാണ്. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. CPIMലെയും കോൺഗ്രസിലെയും അസംതൃപ്തരായ നേതാക്കളുമായി ചർച്ചകൾ നടന്നെന്ന് BJP സ്ഥിരീകരിച്ചു. താഴേക്കിടയിലുള്ള നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ പട്ടികയിലുണ്ടെന്ന് NDA പാലക്കാട് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ 24നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, CPIMലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള അതൃപ്തരായിട്ടുള്ള ആളുകൾ, ആ പ്രസ്ഥാനങ്ങളിൽ ആശ ഇല്ലാതെ ഇനി ആ പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ നിരവധിയുണ്ട്. അവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. താൽക്കാലിക കോപത്തിന്റെ പേരിലാണ് പത്മജയും അനിൽ ആന്റണിയും പാർട്ടി വിട്ടതെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. അവര് സത്യം പറഞ്ഞ ഒരു താൽക്കാലിക ക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പോയവരാണ്. ഈ പോയത് ശരിയല്ല എന്നവർക്ക് തോന്നണം. അതിനവർക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടണം. ആ ബ്രീത്തിങ് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ
ആ വീണ്ടും വിചാരത്തോടു കൂടി തന്നെ അവർ കോൺഗ്രസിൽ മടങ്ങി വരും. കോൺഗ്രസിന് അണികളെയും ജനങ്ങൾക്ക് കോൺഗ്രസിനെയും വിശ്വാസമില്ലാതായെന്നും ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് ദുർബലപ്പെട്ടുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന് അണികളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആരാണ് BJPയിലേക്ക് പോകാതിരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ഗ്യാരണ്ടിയില്ല. നേതാക്കളുടെ BJP പ്രവേശനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപ്രസംഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ജനാധിപത്യവും മതേതരത്വവും പിന്തുടരുന്നവരുടെ പ്രതീക്ഷകൾ ഊറ്റിക്കെടുത്തുന്നതാണ് കൂടുമാറ്റമെന്നാണ് പേടിപ്പിക്കുന്ന കൂടുമാറ്റമെന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലുള്ളത്. കോൺഗ്രസിൽ നിന്ന് CPMയിലേക്കോ തിരിച്ചുവായിരുന്നു പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ച പോലീസ്. ഈ മാസം 18-ന് മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയാണ് റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത്. പ്രദേശം സുരക്ഷിതമല്ലെന്ന് പോലീസ് വിശദീകരിക്കുന്നു. അനുമതി തേടി BJP സംസ്ഥാന ഘടകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. അതിനിടെ DMK കോൺഗ്രസ് സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി. DMK കോൺഗ്രസ് സഖ്യത്തെ തമിഴ് ജനത തൂത്തെറിയുമെന്ന് നരേന്ദ്രമോദി കന്യാകുമാരിയിലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ തെക്ക് പിടിക്കാനുള്ള തന്ത്രത്തിലാണ് BJP NDA. അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ കന്യാകുമാരിയിലെത്തിയത്. അതിനുശേഷം കേരളത്തിലേക്ക് എത്തുന്നു, ഇനി തെലങ്കാനയിലേക്ക് പോകുന്നു, വീണ്ടും തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഈ റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? മുൻപ് അവിടെ ബോംബ് സ്ഫോടനമുണ്ടായ ഇടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 98 മറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് സുരക്ഷിതമല്ല എന്നുള്ള കാരണമാണോ ഇപ്പോൾ സർക്കാർ ഉയർത്തിക്കാണിക്കുന്നത്? അനുജ, പോലീസിന്റെ വിശദീകരണം ആ രീതിയിലാണ്. അതായത് പ്രധാനമന്ത്രി ഈ പറഞ്ഞ പോലെ 1998-ൽ BJP ലോക്സഭാ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് ബോംബ് സ്ഫോടനമുണ്ടായ മേഖലയാണ് ഈ പറഞ്ഞ 4 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതായത് മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയുള്ള ആ റോഡെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മേഖല സുരക്ഷിതമല്ല എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നിഷേധിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കോയമ്പത്തൂർ സിറ്റി പോലീസാണ് അനുമതി നിഷേധിച്ചത്. അവർ പറയുന്ന കാരണം ഇത് തന്നെയാണ്. പക്ഷേ എന്തായാലും BJP റോഡ് ഷോ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിധി പറയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജസ്റ്റിസ് ആനന്ദ് വെങ്കിടേഷാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിരൂക്ഷമായ വിമർശനമാണ് കന്യാകുമാരിയിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ DMKക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിനെതിരെ, ഇന്ത്യ സഖ്യത്തിനെതിരെയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. DMK കോൺഗ്രസ് സഖ്യത്തെ തമിഴ് ജനത തൂത്തെറിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. DMK എന്ന് പറയുന്നത് അഴിമതിക്കാരുടെ ഒരു കൂട്ടമാണ് DMK എന്ന് പറയുന്നത്. പക്ഷേ BJP എന്ന് പറയുന്നതിനെ കൃത്യമായി തന്നെ തമിഴ് ജനത അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. BJP എന്ന പാർട്ടിയെ, NDA എന്ന സഖ്യത്തെ തമിഴ് ജനത അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും DMK സഖ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ തമിഴ് ജനത തൂത്തെറിയും എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞത്. അതായത് കന്യാകുമാരിയിൽ ഈ ദക്ഷിണേന്ത്യൻ പര്യടനത്തിൻ്റെ ആദ്യം കന്യാകുമാരിയിലായിരുന്നു. കന്യാകുമാരിയിൽ അദ്ദേഹം ഈ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല DMK കോൺഗ്രസ് ഇന്ത്യ സഖ്യം, അതായത് DMK സഖ്യമോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമോ, ഈ രണ്ട് സഖ്യങ്ങളും തമിഴ്നാട് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇവരുടെ ചരിത്രം അഴിമതിയുടെ മാത്രമാണ് എന്നുള്ളതാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായ വിമർശനമായി എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം, തമിഴ്നാട്ടിലെ BJPയുടെ വിജയം ഇന്ത്യ സഖ്യത്തെ, DMK സഖ്യത്തെ താറുമാറാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വരുന്ന 3 ദിവസങ്ങൾ കൂടി ദക്ഷിണേന്ത്യയിൽ തന്നെ തുടരുന്ന പ്രധാനമന്ത്രി ഇനിയിപ്പോൾ കോയമ്പത്തൂരും അതുപോലെ തന്നെ സേലത്തും അദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള റാലികളുണ്ട്. മാത്രമല്ല തെലങ്കാനയിലും കർണാടകയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പര്യടനം നടത്തുകയും ചെയ്യും. പരമാവധി ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒരു സെൻട്രൽ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു റാലി ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പരമാവധി ഇടങ്ങളിൽ എത്തുക എന്നത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ദക്ഷിണേന്ത്യ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര, ഒരു പര്യടനം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ തുടരുന്നത്. ഈ മാസം 18-ന് കോയമ്പത്തൂരിൽ നടത്താനിരുന്ന നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്കാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. എന്നാൽ ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് BJP. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്, ഇനി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിച്ചതിലേക്ക്. വിവരങ്ങൾ വെളിപ്പെടുത്താത്തതിൽ കോടതിക്ക് അതൃപ്തി. ഇലക്ട്രൽ
ബോണ്ടുകളുടെ സീരിയൽ നമ്പർ SBI വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. സീരിയൽ നമ്പർ വ്യക്തമാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദീകരണം ആവശ്യപ്പെട്ട് SBIക്ക് നോട്ടീസ് നൽകുമെന്നും സുപ്രീം കോടതി. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. RK, സീരിയൽ നമ്പറുകൾ വെളിപ്പെടുത്തിയാൽ കുറച്ചുകൂടി സുതാര്യമാകും കാര്യങ്ങൾ. അതായത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയാണ് ഈ ബോണ്ട് വാങ്ങിയത് എന്നതിന്റെ വിവരങ്ങൾ അറിയും എന്നുള്ളതുകൊണ്ടാണോ സുപ്രീം കോടതി അതിൽ കർക്കശമായൊരു നിലപാടെടുത്തത്? തീർച്ചയായിട്ടും ഒരു ബോണ്ടിനെ സംബന്ധിച്ച്, ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അതിന്റെ ആധികാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനായിട്ടുള്ള അടിസ്ഥാന വിവരമാണ് ഈ നമ്പർ. ഈ നമ്പർ പ്രസിദ്ധീകരിക്കാത്തത് എന്താണ് എന്നതിലാണ് സുപ്രീം കോടതി അത്ഭുതം കൂറിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ അതിന്റെ ആത്മാർത്ഥതയാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് കേവലം സാങ്കേതികമായിട്ട് ഈ കാര്യങ്ങളെല്ലാം തങ്ങൾ പ്രസിദ്ധപ്പെടുത്തി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് SBIയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശ്രമിക്കുന്നതെങ്കിൽ അതിന് സുപ്രീം കോടതി വഴങ്ങത്തില്ല എന്നുകൂടി സൂചിപ്പിക്കുന്നതായിരുന്നു ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ. ഏതായാലും ഈ ക്രമ നമ്പർ സംബന്ധിച്ച്, സീരിയൽ നമ്പർ സംബന്ധിച്ച് ഉള്ള കാര്യം ഗൗരവത്തോടു കൂടിയാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. SBI ഫയൽ ചെയ്ത കംപ്ലയിൻസ് റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അത് മാത്രമാക്കി നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് നവംബറിൽ തങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ അത് കോടതിക്ക് മുമ്പിലാണ് സമർപ്പിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ, ആ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് ഇപ്പോൾ തങ്ങളുടെ പക്കലില്ല. അതുകൊണ്ട് അവർ റിട്രൈവ് ചെയ്യാനായിട്ടുള്ള അനുവാദം നൽകണം എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി തന്നെ നൽകാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. 17-ാം തീയതിക്ക് മുമ്പ് ഈ വിവരങ്ങളെല്ലാം പ്രസിദ്ധപ്പെടുത്തണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിൽ തിങ്കളാഴ്ചക്കകം സീരിയൽ നമ്പറിന്റെ വിവരങ്ങളൊക്കെ പൂർണ്ണമായി നൽകണമെന്ന് കോടതി പറയുമ്പോൾ അത് സാധിക്കുമെന്ന നിലപാട് തന്നെയാണോ SBIയും സ്വീകരിച്ചിട്ടുള്ളത്? കാരണം നേരത്തെ വിവരങ്ങൾ ക്രോഡീകരിച്ച് നൽകുന്നതിൽ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം SBI ഉന്നയിച്ചിരുന്നല്ലോ. പക്ഷേ ഇതിനത് വേണ്ട എന്നൊരു നിലപാടാണോ SBIയുടേത്? തീർച്ചയായിട്ടും SBIക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാം. കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം രാജ്യത്ത് യാഥാർത്ഥ്യമാക്കാനായിട്ട് എല്ലാ ബ്രാഞ്ചുകളിലെയും ഒന്നും ഏൽപ്പിക്കപ്പെട്ടിരുന്നില്ല. 19 ഇടങ്ങളിലെ 19 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ആണ് ഈ ഇത്തരത്തിലുള്ള കറണ്ട് അക്കൗണ്ടുകൾ വഴി ഈ ഇത് നൽകാനായിട്ട്, ഇലക്ട്രൽ ബോണ്ടുകൾ നൽകാനായിട്ടും ഇലക്ട്രൽ ബോണ്ടുകൾ വിപണനം ചെയ്യാനായിട്ടും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരിയൽ നമ്പറിന്റെ കാര്യത്തിൽ ഇനി അങ്ങനെ വലിയ രീതിയിലൊരു പരാതി പറയാനായി ശ്രമിച്ചാൽ അതിന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന മറുപടി ഒരുപക്ഷെ കഴിഞ്ഞ തവണ തന്നെ കേസ് കേട്ട സമയത്ത് സുപ്രീം കോടതി പറഞ്ഞു കണ്ടംപ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതാണ്. തൽക്കാലം ഇവ ഈ നിർദ്ദേശങ്ങളിൽ ഒതുക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന ഒരു താക്കീത് പോലെയുള്ള നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ആ നിലപാട് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു അപേക്ഷ നടത്താനായി SBI തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ശരി, സീരിയൽ നമ്പറുകൾ സമർപ്പിക്കാത്തതിനാണ് SBIക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഇലക്ട്രൽ ബോണ്ടിൽ ഉണ്ടായത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. CPI, മുസ്ലിം ലീഗ്, DYFI അടക്കമുള്ള സംഘടനകൾ നൽകിയ 237 ഹർജികളിലാണ് വിശദവാദം കേൾക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിൽ അസ്വാഭാവികതയുണ്ട് എന്നാണ് ഹർജിക്കാരുടെ വാദം. നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെടാൻ ഹർജിക്കാർക്ക് അവകാശമില്ലെന്നും എന്നാൽ വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ലെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. അതിനിടെ പൗരത്വ ഭേദഗതി നിയമത്തിൽ ആശങ്കയറിയിച്ച US-ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. The CA is about giving citizenship, not about taking away citizenship. So this must be underlined. It addresses the issue of statelessness, provides human dignity and supports human rights. As regards the US State Department's statement on the implementation of CA, and there have been comments made by several others, we are of the view that it is misplaced, misinformed and unwarranted. India's constitution guarantees freedom of religion to all its citizens. There are no grounds for any concern or treatment of minorities.
ഇന്ദിരാംബുജൻ വിശദാംശങ്ങളുമായി. ഇതിനിപ്പോൾ കോടതിയിൽ ഇത് അടിയന്തരമായി തന്നെ പരിഗണിക്കണമെന്നുള്ളതാണല്ലോ ഹർജിക്കാരുടെ ആവശ്യം. അപ്പോൾ അത് വിശദമായി വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ല എന്ന് കേന്ദ്രം പറയുന്നു. എന്നാൽ അത് സ്റ്റേ ചെയ്യണമെന്ന് പറയാൻ ഹർജിക്കാർക്ക് അവകാശമില്ല എന്ന് കൂടിയുള്ളതാണ് കേന്ദ്രത്തിന്റെ വാദം. പക്ഷേ ഈ കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ് എന്ന് നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതിൽ വരാൻ പോകുന്നത് എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാവുകയല്ലേ? ചൊവ്വാഴ്ച നമ്മൾ അതല്ലേ കാണാൻ പോകുന്നത്? തീർച്ചയായും അനുജ, കോടതിയുടെ ഭാഗത്തു നിന്നും എന്ത് തീരുമാനം ഉണ്ടാകുമെന്നത് ഏറെ നിർണായകമാണ്. കാരണം ഡിവൈഎഫ്ഐ അതോടൊപ്പം മുസ്ലിം ലീഗ്, CPI തുടങ്ങിയ സംഘടനകൾ നൽകിയ അപേക്ഷ പരിഗണിച്ച കോടതി, സുപ്രീം കോടതി ചൊവ്വാഴ്ച ഒരു വിശദവാദം കേൾക്കാം. 237 ഹർജികളിൽ വിശദവാദം കേൾക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഉന്നയിച്ച മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഉന്നയിച്ച ആവശ്യം, ഒരു പ്രാവശ്യം പൗരത്വം നൽകിയാൽ, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകിയാൽ അത് തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായി തന്നെ ഈ ഹർജികളിൽ വാദം കേൾക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ 4 വർഷം മുൻപ് ഈ ഒരു സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാത്തൊരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാത്തൊരു പശ്ചാത്തലത്തിൽ സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു അന്ന് മുന്നോട്ട് വെച്ച വാദം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പടുത്തിലേക്ക് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി തന്നെ ഈ ഹർജിയിൽ വാദം കേൾക്കുന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം കേസ് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ മുന്നോട്ട് വെച്ചത് ഈ ഒരു പൗരത്വ നിയമത്തിൽ അടിയന്തരമായി തന്നെ സ്റ്റേ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഹർജിക്കാരുടെ ആവശ്യം പരിഗണിച്ച് സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്നൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം ഇന്ന് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു. അതിന് ഹർജിക്കാർക്ക് അവകാശമില്ല എന്നാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെച്ച ചൂണ്ടിക്കാട്ടിയ കാര്യം. എന്തായാലും ഇതിലെല്ലാം തന്നെ ഒരു വിശദമായ വാദം കേൾക്കുമെന്നത് ഇപ്പോൾ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു നിർണായക തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ പൗരത്വ നിയമത്തിൽ ആശങ്ക അറിയിച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത്. അമേരിക്കയുടേത് ഈ ഒരു പ്രതികരണം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ അമേരിക്ക ഇടപെടേണ്ടതില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അമേരിക്ക ഉന്നയിച്ച ആശങ്കയ്ക്ക് തന്നെയാണ് ഈ മറുപടി എന്ന് ഈ ഒരു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല ഈ നിയമം അത് ഭരണഘടനാ വിരുദ്ധമല്ല, മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിൽ പോലും ഇത് ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്കും എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇതിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ സംഭവിച്ചതെന്ത്, ഒപ്പം ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് മറുപടി നൽകുന്നു. ഇതിൽ ആശങ്കയറിയിച്ച വിദേശ രാജ്യങ്ങൾക്കുൾപ്പെടെ മറുപടി നൽകുകയാണ് ഇന്ത്യ. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. പൗരത്വം നിഷേധിക്കുകയല്ല, നൽകുകയാണ് ഈ നിയമ ഭേദഗതിയിലൂടെ ചെയ്യുന്നത് എന്നതാണ് വിശദീകരണം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമാന മനസ്സുള്ളവരെ ചേർത്ത് ബഹുജന റാലി സംഘടിപ്പിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF കൺവീനർ EP ജയരാജനെതിരായ രമേശ് ചെന്നിത്തലയുടെ പരാമർശം രാഷ്ട്രീയ ആരോപണമല്ല, വ്യക്തിപരമായ ആരോപണമാണ്. അതിന് EP ജയരാജൻ മറുപടി നൽകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പൗരത്വ ഭേദഗതി ബില്ല് അത് നിയമമായി ഇപ്പോഴതിൻ്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിനെതിരായ നിലപാടാണ് ആദ്യം മുതൽ അവസാനം വരെ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത്. എന്നാൽ കേരളത്തിലെ UDFും BJPയും ഒരേ സ്വരത്തിലാണ് ഇതിനെ കാണുന്നത്. രണ്ടും പറയുന്നത് ഇങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ്. അത് ഇത് നമ്മൾ കൂട്ടിക്കൊള്ളേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമായത്. മറ്റത് വ്യക്തിപരമായിട്ടുള്ള കൂട്ടുകെട്ടിനെ പറ്റിയുള്ള ആരോപണമാണ്. അത് ഞാനല്ല വിശദീകരിക്കേണ്ടത്. അത് സ്വാഭാവികമായിട്ടും ചേരാൻ തന്നെ ആ കാര്യം വിശദീകരിക്കുന്നു വിചാരിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇതിൽ CAA വിഷയം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവത്തിൽ ഉന്നയിക്കുക എന്നതിലേക്ക് CPIM നീങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ബഹുജന റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുമെന്നതാണല്ലോ വിവരം. അനുജ, നമുക്കറിയാം നേരത്തെ ഈ പൗരത്വ നിയമം അത് പാസ്സാക്കിയതിന് പിന്നാലെ സംസ്ഥാനത്ത് സർക്കാരും LDFും നടത്തിയ പ്രക്ഷോഭ പരിപാടികൾക്ക് സമാനമായി വീണ്ടും ഈ വിജ്ഞാപനം ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ CPIMന്റെയും LDFന്റെയും തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുജനങ്ങളെ, അതായത് സമാന മനസ്സുള്ള എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു ബഹുജന റാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. വളരെ അടിയന്തരമായി തന്നെ ആ റാലി LDF സംഘടിപ്പിക്കും. മാത്രമല്ല കേരളത്തിൽ മറ്റു ചില പ്രതിഷേധ പരിപാടികൾ കൂടി LDF ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൗരത്വ ഭേദഗതി നിയമ വിഷയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസും BJPയും നിയമം നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെന്നും K സുരേന്ദ്രനും VD സതീശനും ഒരേ സ്വരം, ഇരുവരും ഒരേ തൂവൽ പക്ഷികളാണെന്നുള്ള വിമർശനം കൂടി ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് വിഷയത്തിൽ ദേശീയ തലത്തിൽ ഒരു അഭിപ്രായമില്ല. രാഹുൽ ഗാന്ധിയോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റ് അധ്യക്ഷരോ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ടില്ല. മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിനുള്ളത്. അത് ലീഗിനടക്കം മനസ്സിലായെന്നും ആ മൃദു ഹിന്ദുത്വ സമീപനത്തെ തുറന്നു കാട്ടുമെന്നും ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ,
CAA വിഷയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശക്തമായി ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് CPIM. ബഹുജന റാലി നടത്തും ഈ നിയമ ഭേദഗതിക്കെതിരെ എന്നുള്ളതാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചു സുപ്രീംകോടതി. ഇടക്കാല ഉത്തരവുകളിലൂടെ നിയമനിർമ്മാണങ്ങൾ സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. അപേക്ഷകൾ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇന്ന് കോടതി നടത്തിയ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിന് എതിരെയുള്ള ഹർജിയൊക്കെയാണല്ലോ. അപ്പോൾ അതിലെന്താണ് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ ഏത് തരത്തിലേക്കാകും ഹർജികളുടെ പോക്ക്? അനുജ, ഇന്ന് സുപ്രീംകോടതിയുടെ ഇതിലുള്ള നിരീക്ഷണം എന്നുള്ളത് ഈ ഇടക്കാല ഉത്തരവുകളിലൂടെ ഇത്തരം നിയമനിർമ്മാണങ്ങളിൽ ഒരു സ്റ്റേ നടത്തുവാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മറിച്ച് ഇത് കൂടുതൽ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇതിലേക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ അപേക്ഷകളും ഈ വരുന്ന വ്യാഴാഴ്ച പരിഗണിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുന്നത്. പ്രധാനമായും ഹർജിയിൽ ആരോപിക്കുന്നത് ഇനി ഒരു സ്വതന്ത്ര അംഗം ഇല്ലാത്ത ഈ ഒരു പുതിയ നിയമന സമിതി അത് അതിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ്. കാരണം സ്വതന്ത്ര അംഗത്തെ ഒഴിവാക്കി നിലവിലിപ്പോൾ ആ സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ്. അതൊരിക്കലും ഉചിതമായ ഒന്നല്ലെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ ഒരു ഭരണപക്ഷത്തിന്റെ ആധിപത്യം പ്രകടമാകുന്നതാണ് ഈ നിയമന സമിതി എന്നുള്ളതും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ വാദങ്ങൾക്കിടയിൽ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ സ്വതന്ത്ര അംഗത്തെ നീക്കി ക്യാബിനറ്റ് മന്ത്രിയെ കൊണ്ടുവന്നത് അത് ശരിയായ നടപടിയല്ല. ഒപ്പം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടാണ് യോഗം വിളിച്ചു ചേർത്തതും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചത് എന്നുള്ള ഒരു വാദം കൂടി മുന്നോട്ട് വയ്ക്കുകയുണ്ട്. എന്തായാലും ഇതെല്ലാം പരിശോധിച്ചാണ് ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഒരു സ്റ്റേ നൽകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തീർത്തു പറഞ്ഞത്. എന്തായാലും ഇനി അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും വിശദമായ വാദങ്ങളെല്ലാം സുപ്രീം കോടതി കേട്ടുകൊണ്ടായിരിക്കും ഇതിലൊരു തുടർ നടപടി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അതെ, ആ നടപടി എന്താ എന്നുള്ളതും വളരെ നിർണായകമാകും. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് സംഭവിച്ചത് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച കേരള സർവകലാശാല കലോത്സവം പൂർത്തിയാക്കും. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം. വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, ഇന്നലെ തന്നെ VCയുടെ ഭാഗത്തു നിന്ന് കർക്കശമായ നടപടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ സമിതിയെ പ്രഖ്യാപിച്ചു. 4 അംഗ സമിതിയാണ്. മറ്റൊന്ന് എങ്ങനെ പൂർത്തീകരിക്കും എന്നതിലെ വിശദാംശം ലഭ്യമാണോ? ഇവിടെ വെച്ച് ഈ കലോത്സവം പൂർത്തിയാക്കാനാണ് തീരുമാനം? അനുജ, അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇന്ന് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കലോത്സവം നിർത്തിവെച്ച കലോത്സവം വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കലോത്സവം നിർത്തിവെച്ചത്. അത് തുടരുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ആ തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം ഈ കലോത്സവം പൂർത്തീകരിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഉടൻ തന്നെ അടുത്ത ആഴ്ചകളിൽ തന്നെ ഇത് പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം. ഈ നഗരത്തിന് പുറത്ത് ഏതെങ്കിലും ക്യാമ്പസുകളിൽ നടത്താനോ അല്ലെങ്കിൽ നഗരത്തിനുള്ളിൽ തന്നെ നടത്താനോ ആണ് തീരുമാനം. ഇത് ഈ 4 അംഗ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ തുടർച്ചയായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മാറ്റിവെക്കാനുള്ള തീരുമാനം. ഈ സംഘർഷങ്ങൾ, ഈ സംഭവ വികാസങ്ങളെ പറ്റി ഈ 4 അംഗ സമിതി പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കും എന്നുള്ളത്. അത് ഉൾപ്പെടെ ഈ കലോത്സവ മാനുവൽ ഉൾപ്പെടെ പരിഷ്കരിക്കുന്ന കാര്യങ്ങളടക്കം സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇന്ന് ചർച്ചയായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ ഗോപചന്ദ്രൻ അടക്കമുള്ള ഈ XMLA ആയിട്ടുള്ള രാജേഷ് അടക്കമുള്ളവരാണ് ഈ സമിതി അംഗങ്ങൾ. ഇവരുടെ ഒരു അന്വേഷണത്തിലായിരിക്കും ഇത്തരത്തിൽ വിശദമായൊരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുന്നത്. കലോത്സവ മാനുവലും പരിഷ്കരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ കോഴ കേസിലെ ഈ 2-3 പ്രതികൾക്ക് ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യവും നൽകിയിട്ടുണ്ട്. അനുജ, നിർത്തിവെച്ച കേരള സർവകലാശാല കലോത്സവം പൂർത്തിയാക്കും. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് ഇനി മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. കനത്ത വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 484 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റി 22,000-നടുത്ത് വ്യാപാരം അവസാനിപ്പിച്ചു. വാഹനോഹരികളിൽ 5% ഇടിവ്. ടെസ്ലയുടെ ഇന്ത്യൻ പ്രവേശനത്തിന് കരുത്തേകി പുതിയ ഇലക്ട്രോണിക് വെഹിക്കിൾ നയത്തിന് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ആഗോള നിക്ഷേപത്തിന് ഊന്നൽ നൽകും. മിനിമം നിക്ഷേപം 4,150 കോടി രൂപയായി ഉയർത്തി. കസ്റ്റംസ് തീരുവയിൽ 15% ഇളവ്.
നേട്ടത്തിന്റെ പാതയിൽ ഇന്ത്യൻ കയറ്റുമതി മേഖല 11.9% ഉയർന്ന് $41.4 ബില്യൺ $11 മാസത്തെ ഉയർന്ന നിരക്കിലെത്തി. വ്യാപാര കമ്മി $18.7 ബില്യൺ വർദ്ധിച്ചു. ഇറക്കുമതി 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. പലിശ നിരക്കുകൾ മാറ്റാതെ ചൈനീസ് കേന്ദ്ര ബാങ്ക്. അടിസ്ഥാന നിരക്ക് 2.5% തുടരും. റിവേഴ്സ് റിപ്പോ നിരക്ക് 1.8%. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സമയപരിധി അവസാനിക്കാനിരിക്കെ പേടിഎം പേയ്മെന്റ് ബാങ്ക് ജീവനക്കാർക്ക് ജോലിക്കായി നെട്ടോട്ടമോടുന്നെന്ന് റിപ്പോർട്ട്. വിവിധ വകുപ്പുകളിലെ പുനർവിന്യാസം തിരിച്ചടിയാകുമെന്ന് ജീവനക്കാർ. ബിസിനസ് നിയന്ത്രണങ്ങൾ കാരണം പല പ്രോജക്ടുകളും മുടങ്ങിയെന്നും പരാതി. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. കനത്ത വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് ഓഹരി വിപണിയിൽ ഇന്ന് നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഓട്ടോ, IT, പവർ ഓഹരികളിൽ വലിയൊരു ശതമാനം ഇടിവ് ഇന്ന് രേഖപ്പെടുത്തി. ഇന്ധനവില കുറച്ചതിന് ശേഷം എണ്ണ വിപണന കമ്പനികളുടെ മറ്റു ഓഹരികളിലും ഏകദേശം 6% ഒരു നഷ്ടമുണ്ടായെന്നാണ് കണക്കുകൾ വിലയിരുത്തുന്നത്. ഇനി സൂചികകളിലേക്ക് പോകുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികളിലും ഇന്ന് ഒരു നെഗറ്റീവ് മോഡിൽ അല്ലെങ്കിൽ ഒരു റെഡ് സിഗ്നലിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ ഇന്ന് 123 പോയിന്റ് ഇടിവിൽ 22,023 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 21,931 എന്ന പോയിന്റ് ആയിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി 22,000 എന്നൊരു ക്രോസ് കടന്നിരിക്കുന്നു. 22,023 നിലവിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി, ബാങ്ക്, ഫിനാൻഷ്യൽ ഓഹരികളിലൊക്കെ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം വളരെയധികം പ്രകടമായിരുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 195 പോയിന്റ് ഇടിവിൽ 46,594 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കുകളിൽ ഇന്ന് ഒരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും വളരെയധികം ഒരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. ഇന്ന് 453 പോയിന്റ് ഇടിവിൽ 72,243 പോയിന്റിലാണ് സെൻസെക്സിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നെഗറ്റീവ്, ഒരു ദുർബല ആഗോള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ വിപണി ഇന്നൊരു ബിയറിഷ് ട്രെൻഡിലേക്ക് വഴുതി മാറുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. TPFSന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പ്രിൻസ് ജോർജ് ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പ്രിൻസ് ജോർജ്. ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇന്ന് നമ്മുടെ പ്രേക്ഷകരിൽ നിന്നാണ്. വിപണി അറിയാം, കാശും നേടാം എന്ന സെഗ്മെന്റിൽ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നായ ചോദ്യങ്ങളാണ്. ഈ ആഴ്ച ക്യാഷ് പ്രസിന് അർഹമായ ഒരു ചോദ്യം കൃഷ്ണകുമാർ നെല്ലാനിക്കൽ എന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഷെയർ മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ നിരവധി തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനായി അത്തരം ഫേക്ക് ഫ്രാഞ്ചൈസികളുമുണ്ട്. ഇത്തരം സംഘങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ സുരക്ഷിതമായി നിക്ഷേപം നടത്താം? തീർച്ചയായിട്ടും നമ്മളിങ്ങനത്തെ എല്ലാ മേഖലകളിൽ നിന്നും വളരെയേറെ ന്യൂസുകൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ആളുകൾ പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി, അവരുടെ കാശ് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ കൃഷ്ണകുമാർ അത്തരത്തിലുള്ള അനുഭവമുള്ള ആളാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഒരു പരിധിവരെ കസ്റ്റമേഴ്സും അതായത് ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരെപ്പോഴും ഡീൽ ചെയ്യുമ്പോൾ പ്രോപ്പർ രജിസ്ട്രേഷനുള്ള, ഇപ്പോൾ ഈ രംഗത്ത് സെബിയാണ് ഇതിൻ്റെ റെഗുലേറ്റർ. സെബി അംഗീകാരമുള്ള സ്ഥാപനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് പല കാറ്റഗറി ഉണ്ട്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്, മ്യൂച്വൽ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഉണ്ട്. അവരുടെ ലൈസൻസ് ഉള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആള് ഞാനൊരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞോ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആളാണെന്നോ പറഞ്ഞ് നിങ്ങളെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് വെബ്സൈറ്റിലൂടെ ഒക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളവരുമായിട്ട് മാത്രം ഡീൽ ചെയ്യുക. അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പെടാതിരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. മറ്റൊരു കാര്യം, ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തട്ടിപ്പിൽ ഈസി ആയിട്ട് വീഴുന്നത് എന്നുള്ളതാണ്. അവരെപ്പോഴും ഈ ഹയർ റിട്ടേൺസ് പ്രതീക്ഷിച്ചിട്ട് അവർ പറയും ഞങ്ങൾക്ക് 25% റിട്ടേൺ കിട്ടും, 30% റിട്ടേൺ കിട്ടും. അപ്പോൾ ആളുകൾക്ക് ഹയർ റിട്ടേൺസിനെ പറ്റിയുള്ളൊരു ഗ്രീഡ് ഉള്ളതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോയി പലപ്പോഴും പെട്ടുപോകുന്നത്. അതുകൊണ്ട് നിക്ഷേപകരാണെങ്കിലും ഒരു മോഡറേറ്റ് എക്സ്പെക്ടേഷനോട് കൂടി മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഇതാണ് എൻ്റെ ഉത്തരം. നന്ദി ശ്രീ പ്രിൻസ് ജോർജ്. DBFSന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അതിഥിയായി എത്തിയത്. കൃഷ്ണകുമാർ നെല്ലാനിക്കലിന്റെ ചോദ്യത്തിനാണ് ഉത്തരം നൽകിയത്. ഏതായാലും കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിൽ ഇനി തിങ്കളാഴ്ച കാണാം. ഇനി ഇന്ന് സംഭവിച്ചതുമായി അനുരാജ അജേഷ് തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്.
റബ്ബർ കയറ്റുമതിക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് 5 രൂപയാണ് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. പ്രഖ്യാപനം കയറ്റുമതിക്കാരെ റബ്ബർ ബോർഡ് അറിയിച്ചു. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, നേരത്തെ പത്തനംതിട്ടയിൽ സംസാരിക്കുമ്പോൾ റബ്ബർ കർഷകരുടെ പ്രശ്നത്തിലൊന്നും LDF സർക്കാർ ഇടപെട്ടില്ല എന്നൊക്കെയുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ വിലവർധന എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന സാഹചര്യത്തിലുള്ള നടപടി അത് റബ്ബർ കർഷകർക്ക് ആശ്വാസകരമാണത്. ആ തരത്തിലേക്ക് കൂടി കേന്ദ്രം കാണുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും കഴിഞ്ഞ 3 ആഴ്ചയായി അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 200-ന് മുകളിൽ തന്നെയാണ്. ഇന്നത്തെ RSS 4ന്റെ വില 220 രൂപയ്ക്ക് അടുത്താണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ പക്ഷേ ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നില്ലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാര്യമായ ഒരു മാറ്റവുമില്ല. അതിനുള്ള കാരണം ഈ റബ്ബർ കമ്പനികൾ റബ്ബർ ഇവിടെ നിന്നും ശേഖരിക്കുന്നില്ലായിരുന്നു. അവർ വിദേശ രാജ്യങ്ങളെ തന്നെയാണ് അത് മേടിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ നേരത്തെ സംഭരിച്ചു വെക്കുന്ന ഒരു സാഹചര്യവും ഈ റബ്ബർ കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അവർ വിപണിയിൽ ഇടപെടാതിരുന്നത് കൊണ്ട് തന്നെ ഈ കർഷകർക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുന്നതിനനുസരിച്ച് ആഭ്യന്തര കർഷകർക്ക് വില ലഭിച്ചിരുന്നില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് റബ്ബർ കൂടുതൽ സംഭരിച്ച് അത് വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ കയറ്റുമതിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ 5 രൂപ 1 കിലോ റബ്ബർ ഷീറ്റിന് 5 രൂപ വില നൽകാൻ, അതായത് ഇൻസെന്റീവ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ 40 ടൺ വരെ കയറ്റുമതി ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ വരെ 2 ലക്ഷം രൂപയോളം ഈ കയറ്റുമതി ചെയ്യുന്നവർക്ക് ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഇത് ജൂൺ വരെ ലഭ്യമാവുകയുള്ളൂ. കാരണം ഇപ്പോഴത്തെ അന്താരാഷ്ട്ര വിപണിയിലെ ഈ വില വർധനവ് കണക്കിലെടുത്തുകൊണ്ട് ജൂൺ വരെയാണ് ഈ ഒരു തീരുമാനം നടപ്പാക്കുക. അതിനുശേഷം ഈ മാർക്കറ്റ് എങ്ങനെയാണെന്ന് പഠിച്ചതിന് ശേഷമായിരിക്കും തുടർന്ന് ഈ സ്കീം കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക. എന്തായാലും റബ്ബർ കയറ്റുമതിക്കാർക്കാണ് കിലോയ്ക്ക് 5 രൂപ നിരക്കിൽ ഇൻസെന്റീവ് കേന്ദ്രം പ്രഖ്യാപിച്ചത്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. വില വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ ഇതോടെ ഉണ്ടായിട്ടുള്ളത്. പൂക്കോട് വെറ്ററിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിന് മുൻപും ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണ നടന്നെന്ന് ആന്റി റാഗിംഗ് സെൽ. 2019-ലും 2021-ലും ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ സമാന സംഭവം നടന്നുവെന്നാണ് കണ്ടെത്തൽ. പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു ആൾക്കൂട്ട വിചാരണ. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അന്ന് 13 കുട്ടികൾക്കെതിരെ സർവകലാശാല നടപടിയെടുത്തെങ്കിലും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഒരു സമാന്തര സംവിധാനമുണ്ട് എന്ന വിവരം അന്ന് തന്നെ പുറത്തു വന്നതാണ്. ആ തരത്തിലേക്ക് എങ്ങനെയാണ് ഈ സംവിധാനം ചില കാര്യങ്ങളൊക്കെ മുൻപും ചെയ്തിട്ടുള്ളത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണോ ഇന്നിപ്പോൾ പുറത്തു വന്നത്? അനുജ, ഈ ആന്റി റാഗിംഗ് സെല്ല് കൂടിയത് കഴിഞ്ഞ ദിവസമാണ്. അതിനിടയിലാണ് ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് ആന്റി റാഗിംഗ് സെൽ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ആണ് പ്രധാനമായും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നത്. നേരത്തെയും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ആന്റി റാഗിംഗ് സെല്ലിന് ലഭ്യമായ വിവരങ്ങൾ. ഇതനുസരിച്ചുള്ള മൊഴികൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സെൽ വ്യക്തമാക്കുന്നത്. 2019-ലും 2023-ലും ഇത്തരത്തിൽ പെൺകുട്ടികളോട് വിദ്യാർത്ഥികൾ അപമര്യാദയായി പെരുമാറിയ ആരോപിച്ച് ആൾക്കൂട്ട വിചാരണ നടന്നു, മർദ്ദനം നടന്നു എന്നുള്ള കണ്ടെത്തലാണ് ഉള്ളത്. ഇതിൽ 2019 ബാച്ചിലെയും 2021 ബാച്ചിലെയും വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. 2019 ബാച്ചിലെ വിദ്യാർത്ഥിക്ക് 2021-ലും 2021 ബാച്ചിലെ വിദ്യാർത്ഥിക്ക് 2023, അതായത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുമാണ് മർദ്ദനമേറ്റതെന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിചാരണയിൽ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളടക്കം ഈ വിചാരണയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ ഹോസ്റ്റലിൽ ഉൾപ്പെടെ സമാന്തര സംവിധാനം, അതായത് കോളേജ് അധികൃതരെ അറിയിക്കാതെ വിദ്യാർത്ഥികൾ തന്നെ ഒത്തുതീർപ്പാക്കുന്ന സമാന്തര സംവിധാനം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുന്നത്. വെറ്ററിനറി കോളേജിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ 2019-ലും 2021-ലും നടന്നത് എത്ര ക്രൂരമായ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇന്ന് സംഭവിച്ച വാർത്തകളുടെ പ്രധാന വിശദാംശങ്ങളാണ് നിങ്ങൾ കണ്ടത്.